മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണത്തിന് പ്രാധാന്യം നൽകി തിരൂർ നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ രാമൻകുട്ടി പാങ്ങാട്ടാണ് ബജറ്റ് അവതരണം നടത്തിയത്. 59,42,877 രൂപ വർഷാരംഭത്തിന് മുന്നിലിരിക്കും. 48,51,18,859 രൂപ വരവും ഉൾപ്പെടെ 62,10,61,736 രൂപ ആകെ വരവും 47,36,36,329 രൂപ ചെലവും 14,74,58,707 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2024-25 വർഷത്തെ പുതുക്കിയ ബജറ്റിൽ 14,74,58,707 രൂപ വർഷാരംഭം മുന്നിലിരിക്കും. 57,25,57,000 രൂപ വരവും ഉൾപ്പെടെ. നഗരസഭാ ഉപാധ്യക്ഷൻ രാമൻകുട്ടി പാങ്ങാട്ടാണ് ഈ ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. 62,10,61,736 രൂപ വരവും 47,36,03,029 രൂപ ചെലവും 14,74,58,707 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണം, പാർക്കിംഗ് പ്ലാസ, ഓഫീസ് അനക്സ്, ലഹരിമുക്ത തിരൂർ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നഗരത്തിൽ നിശ മാർക്കറ്റ് നിർമ്മാണം, അംഗൻവാടി ശീതീകരണം, മത്സ്യ മൊത്ത വ്യാപാര കേന്ദ്രം, വാഗൺ ട്രാജഡി മ്യൂസിയം തുടങ്ങിയ പദ്ധതികൾക്ക് തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റിന്മേലുള്ള ചർച്ച വ്യാഴാഴ്ച ആരംഭിക്കും. അതേസമയം ആവർത്തന വിരസമായ ബജറ്റാണെന്നും പ്രതീക്ഷയർപ്പിച്ച ബജറ്റ് നിരാശപ്പെടുത്തിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇന്ന് അവതരിപ്പിച്ച തിരൂർ നഗരസഭയുടെ 2025-26 വർഷത്തെ ബജറ്റ് തിരൂർ നഗരസഭ ഭരണം നടത്തുന്ന UDF കൗൺസിലിൻ്റെ 5ാമത്തെ വാട്ടർ ബോംബാണ്. പൊള്ളയായ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ഈ നഗരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് സഹായകരമാകുന്ന ഏതെങ്കിലും പദ്ധതികളോ പരിപാടികളോ ഇതിൽ പരാമർശിച്ചിട്ടില്ല. ആവർത്തന വിരസതയാണ് ബജറ്റ് അവതരണത്തിൽ ഉടനീളം നിഴലിച്ചിരുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ ആ ബജറ്റിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തിയാൽ കോടിക്കണക്കിന് രൂപയുടെ അമൃത് പദ്ധതി, ആ പദ്ധതിയും ഈ കൗൺസിലിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും കമ്മീഷൻ ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് പറയാൻ കഴിയില്ല. നഗരസഭാ സ്റ്റേഡിയത്തിൻ്റെ വികസനം കണ്ടിട്ടാണ് 10 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. നഗരസഭ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നഗരസഭ തയ്യാറാക്കി കൊടുത്ത ലേഔട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാര്യത്തെ സംബന്ധിച്ചും പറയുന്നു. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് മാലിന്യ സംസ്കരണ പദ്ധതികൾ. എല്ലാ നഗരസഭകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുക. എന്താണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഈ ബജറ്റ് പ്രസംഗത്തിനകത്ത് ഒരു വാക്കുപോലും പരാമർശിച്ചിട്ടില്ല. നമ്മുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിനെ നോക്കുകുത്തിയാക്കി മാറ്റുകയാണ്, അവിടെ ഡംപിങ് യാർഡാക്കുകയാണ്. ട്രെഞ്ചിങ് ഗ്രൗണ്ടിനെ മാലിന്യ സംസ്കരണശാലയാണ്, അതിന് പകരം അതിനെ ഡംപിങ് യാർഡാക്കി മാറ്റുകയാണ്. മാലിന്യ സംസ്കരണത്തിന് വേണ്ട ഉപാധികളാണ് അവിടെ LDF കൗൺസിൽ നടപ്പാക്കിയത്. അതിനാണ് അവാർഡ് കിട്ടിയത് നഗരസഭ. അപ്പം ഇങ്ങനെ നഗരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് യാതൊരു പരാമർശവും നടത്താൻ സാധിക്കില്ല.